ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, മിനുവിന് എന്തൊക്കെയോ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്കൊന്ന് ചെമ്മാട് പോയി വന്നാലോ എന്ന് വെച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാട്ടോ. ഗായ്സ്, 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. മിനുവിൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഇതൊക്കെ നേരം വൈകിയത്. പിന്നെ ഓൻ വരുന്നില്ല എന്ന് പറഞ്ഞതിനുണ്ട് ആദ്യം. ഇപ്പോൾ ഞങ്ങളപ്പം വരണം. എന്ത് സ്വഭാവമാണ് ഇതൊക്കെ? അമ്മൂട്ടിയെ എടാ ഇജ്ജ് വരുന്നില്ലായിരുന്നല്ലേ ഇനിയോ? പിന്നെ എന്തിനാ വന്നേ? എന്ത് കാണാൻ? ഞങ്ങളുടെ അവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. പകുതി വഴിയൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഈ ഉച്ച സമയത്തൊക്കെ ഇവിടുന്ന് ഓട്ടോ കിട്ടാൻ ഭയങ്കര പണിയാട്ടോ. ഞങ്ങൾക്ക് എന്തോ ഒരു ലക്കിന് കിട്ടിയതാണ്. ചെമ്മാട് എത്തി ആദ്യം ഞങ്ങൾ ഇറാൻ മാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ചെറിയ എന്തോ വർക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ കോംപ്ലക്സിലുള്ള ഈ ഒരു ഷോപ്പിലേക്ക് കയറി. ഇവിടെ ടീഷർട്ടും ഡെയിലി യൂസിന് പറ്റിയ പലാസോസും ഒക്കെ കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെ കയറിയതാണ്. കുട്ടികൾക്കുള്ള ഡ്രസ്സും ഉണ്ട് കേട്ടോ. മിന്നു പിന്നെ ഡെയിലി യൂസിന് 1-2 ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കിഡ്സിൻ്റെ സെക്ഷനിൽ നിന്നാട്ടോ അവളുടെ സൈസ് നോക്കി എടുക്കണേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആകെ ഒരു കണ്ടീഷനെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നിനും വേണ്ടി വാശി പിടിക്കണ്ട, കയ്യിൽ 5 പൈസ അല്ല. കടയിലെത്തിയ പിന്നെ അവൻ്റെ സ്ഥിരം പരിപാടി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാണുന്നതെല്ലാം അവന് വേണം. കൈയുടെ പോക്കറ്റില് ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിയാ ഇത് ഇഷ്ടായ മുട്ടിയാ? ഏതായാലും ഒന്നും എടുത്തിട്ടുണ്ട്. മിന്നുവിന് പിന്നെ ഒന്നും ഇഷ്ടമായില്ല. അപ്പം ഞങ്ങൾ വേറെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നോമ്പായതുകൊണ്ട് ഇപ്പോൾ പഴയ പോലെ ഒന്നും കിട്ടൂലല്ലോ. അതും കഴിഞ്ഞ് മിനി മിഠായി തെരുവിലേക്കാട്ടോ. ഇവിടെ കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളി ചെരുപ്പുകളും ബാഗുകളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല കേട്ടോ, ഡ്രസ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ കാര്യമായിട്ട് ചെരുപ്പും ബാഗും അങ്ങനെയൊക്കെയാണ് നോക്കാറ്. ഈ ഒരു ബാഗ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. വെറുതെ വെച്ചൊക്കെ നോക്കി എടുത്തില്ല. അവിടെ കയറിയപ്പോൾ തൊട്ട് കിച്ചുവിന് ചെരുപ്പ് വേണം. അധികം നിന്നാൽ ശരിയല്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി. എനിക്കൊന്നും വേണ്ട, കൂടെ കൊണ്ടുപോയാൽ മാത്രം മതി. ഇങ്ങനെ വരുള്ളൂ എന്ന് അറിയെങ്കിലും ആ നിഷ്കളങ്കതയിൽ അങ്ങോട്ട് വീണായിപ്പോയി. പിന്നെ ഞങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് ചൂടുകുരുവിൻ്റെ പൗഡർ വാങ്ങിച്ചു. ഇപ്പോൾ ചൂടുകുരുവൊന്നുമില്ല, എന്നാലും ഈ ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചൂടല്ലേ, ആ സമയത്ത് നല്ല ചൂടുകുരു ഉണ്ടാവും. അപ്പം മുന്നേ ഒന്ന് വാങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു. നോമ്പൊക്കെ ആയതുകൊണ്ട് ബേക്കറിയുടെ മുന്നിലൊക്കെ നല്ല അടിപൊളി കടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ പോകുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ പോകും, എന്നാലും കുഴപ്പമില്ല, കോൺസെൻട്രേഷൻ പോകാൻ പാടില്ലല്ലോ. പിന്നെ പോയത് ഒരു ഗ്യാരണ്ടി ഷോപ്പിലേക്കാണ് കേട്ടോ. പാദസരം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളീൻ്റെ പാദസരം വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വെള്ളി വേണ്ട, ഫാൻസി മതി, വെള്ളിയാകുമ്പോൾ എല്ലാ ഡ്രസ്സിലേക്ക് മാച്ച് ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫാൻസി ഒന്ന് എടുത്തു. പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഫാൻസിയിൽ കയറിയിട്ടൊരു പൗഡറും പൊട്ടും എടുത്തു. വേറെ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല വിശക്കൊന്നും ഉണ്ടായിരുന്നു എല്ലാവർക്കും. നോമ്പായതുകൊണ്ട് ഇവിടുത്തെ കടകളിലൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്